കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കട്ടെ. 1 മണിക്കൂറാണ് വിദ്യാർത്ഥികൾ ഈ പുഴയ്ക്ക് നടുവിൽ കുരുങ്ങിയത്. ഇത് രക്ഷകർത്താക്കളും അവിടെയുള്ള പ്രദേശവാസികളും കർശനമായി നിർദ്ദേശം നൽകേണ്ടതും അതിൽ കർശന തീരുമാനമെടുക്കേണ്ടതുമാണ്. കുട്ടികൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വലിയ സംഘം പുഴയ്ക്ക് നടുവിൽ കുടുങ്ങുകയും അവർ രക്ഷപ്പെടുത്താൻ മണിക്കൂറുകൾ ബുദ്ധിമുട്ടുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേ ഇടത്ത് വീണ്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇക്ബാൽ, തുടരാം. ചിറ്റൂർ പുഴയിൽ കുട്ടികൾ കുടുങ്ങുകയായിരുന്നു. പാലക്കാട് ചിറ്റൂർ ഗായത്രി പുഴയിലാണ് വിദ്യാർത്ഥികൾ കുടുങ്ങിയത്. ആലങ്കടവ് നർണി ക്രോസ് വേക്ക് സമീപമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇക്ബാൽ, പറയൂ, എങ്ങനെയാണ് കുട്ടികളെ രക്ഷിച്ചത്? 1 മണിക്കൂർ കുട്ടികൾ ആ പുഴയ്ക്ക് നടുവിലായിരുന്നു. സ്മൃതി, ഏകദേശം 2:30 മണിയോടുകൂടി ഈ കുട്ടികൾ ഈ പുഴയിൽ പ്രവേശിച്ചു എന്നാണ് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ജലനിരപ്പ് ഉയർന്ന പ്രദേശം വരെ കുട്ടികൾ എത്തിയിരുന്നു. 3 പേരാണ് ഈ പുഴയിലേക്ക് എത്തിയത്. ഇവരിൽ ഒരാൾ നീന്തി രക്ഷപ്പെട്ടു. മറ്റ് 2 പേരാണ് ഈ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയത്. ഇതിൽ വളരെ പ്രായം കുറഞ്ഞ ഒരു വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യം. വിവരം കിട്ടിയ ഉടൻ തന്നെ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. ആലങ്കടവിന് സമീപമുള്ള നെർണി കോസ്വേക്ക് സമീപം കഴിഞ്ഞ ദിവസം 4 പേർ കുടുങ്ങിയ അതേ പ്രദേശത്താണ് ഈ വിദ്യാർത്ഥികൾ പുഴയിൽ അകപ്പെട്ടു പോയത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തി വടം കെട്ടി ഈ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ ആദ്യം ശ്രമിച്ചെങ്കിലും ഇത് ശ്രമം ഫലം കണ്ടില്ല. പിന്നീട് ഇവരുടെ അടുത്തേക്ക് എത്തിച്ച് അതിൽ പിടിച്ചാണ് ഈ വിദ്യാർത്ഥികളെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന ആശ്വാസകരമായ വിവരം വരികയാണ്. പക്ഷേ ഇനിയും അപകട സാധ്യതയുണ്ട്. ശക്തമായി കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ് പുഴ. ഇവിടേക്ക് എങ്ങനെയാണ് കുട്ടികൾ എത്തുന്നത്? ആ പ്രദേശത്തുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അധികൃതർ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയിട്ടാണ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത്.